ഈ ലോകത്ത് ഇന്ന് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു സ്വർണമോ വജ്രമോ അല്ല, നിങ്ങളുടെ ശ്രദ്ധ ആണ്. ചില പേരുകൾ ഉച്ചരിക്കാതിരിക്കുന്നത് ഭയം കൊണ്ടല്ല, മറിച്ച് പേരുകൾക്ക് നമ്മൾ നൽകുന്ന അമിത പ്രാധാന്യം ഒഴിവാക്കാനാണ്. രാഷ്ട്രീയത്തിലെ വിദ്വേഷ വിപണിയിൽ ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ എന്നത് ഒരു കറൻസിയാണ്. നമ്മൾ ഒരു പേര് ആവർത്തിച്ച് പറയുമ്പോൾ അവരുടെ അജണ്ടകൾക്ക് നമ്മൾ അറിയാതെ തന്നെ സൗജന്യ പരസ്യം നൽകുകയാണ്. സാധാരണ വീഡിയോയിൽ ഞാൻ ഒരു പാർട്ടിയുടെയും പേര് അമിതമായി ഉച്ചരിക്കാറില്ല, കാരണം അവർക്ക് വേണ്ടത് ആ പരസ്യമാണ്. എന്റെ ശബ്ദത്തിലൂടെ അവരുടെ അജണ്ടകൾക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ നൽകാൻ ഞാൻ തയ്യാറല്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വ്യക്തികളെയല്ല, മറിച്ച് മനുഷ്യത്വത്തെ കാർന്നു തിന്നുന്ന ഒരു രാഷ്ട്രീയ കുതന്ത്രത്തെ കുറിച്ചാണ്. നെഗറ്റീവ് മാർക്കറ്റിംഗ് അതൊരു കലയാണ്. അസംബന്ധങ്ങൾ വിളിച്ചു പറയുക, മതവികാരങ്ങളെ വ്രണപ്പെടുത്തുക, ഇതെല്ലാം നിങ്ങളുടെ പ്രതികരണം ലക്ഷ്യം വെച്ചുള്ളതാണ്. നിങ്ങൾ അവരെ തെറി വിളിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും സത്യത്തിൽ അവരുടെ റീച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാം അവരുടെ പേരുകളെ അവഗണിക്കുന്നത്. നിശബ്ദതയേക്കാൾ വലിയൊരു മറുപടി വിദ്വേഷ രാഷ്ട്രീയത്തിന് നൽകാനില്ല. വിദ്വേഷം പടർത്തുന്നവരുടെ പേര് ഒഴിവാക്കി അവരുടെ തന്ത്രങ്ങളെ തുറന്നു കാട്ടുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിരോധം. ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് ഒരു രൂപം കാണാം. ഒരു നൂറ്റാണ്ട് മുൻപ് ജർമ്മനിയിൽ വെറുപ്പിന്റെ വിത്തുപാകിയ ആ പഴയ സ്വേച്ഛാധിപതി ഹിറ്റ്ലറും അയാളുടെ പ്രചാരണ മന്ത്രിയായ ഗോയബൽസും ലോകത്തിന് നൽകിയ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ജനങ്ങളെ ഭയപ്പെടുത്തുക, അവർക്കായി ഒരു പൊതു ശത്രുവിനെ സൃഷ്ടിക്കുക. അന്ന് ആ ശത്രുക്കൾ ജൂത ജനവിഭാഗമായിരുന്നു. ഇന്ന് അതേ തിരക്കഥ ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു. മുസ്ലിം വിരുദ്ധതയോ ക്രിസ്ത്യൻ വിരുദ്ധതയോ ആവട്ടെ, അതിന്റെ ലക്ഷ്യം ഒന്നു തന്നെയാണ്: ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുക. നുണകൾ ആവർത്തിച്ചു പറയുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തെ അവർ സൃഷ്ടിച്ചൊരുക്കുന്നു. എന്തിനാണ് ഇത്രയധികം യുക്തിരഹിതമായ ചർച്ചകൾ? ഉത്തരം ലളിതമാണ്: നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ. രാജ്യത്തെ വിലക്കയറ്റത്തെക്കുറിച്ചോ തൊഴിലില്ലായ്മയെക്കുറിച്ചോ തകരുന്ന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ അവർ നിങ്ങളുടെ കയ്യിൽ മതം എന്ന കളിപ്പാട്ടം നൽകുന്നു. നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി തെരുവിൽ പോരാടുമ്പോൾ അധികാരത്തിന്റെ ഇടനാഴികളിൽ അവർ നിങ്ങളുടെ ഭാവി വിറ്റഴിക്കുകയാവും. അന്ധമായ ദേശീയതയും അപരവിദ്വേഷവും അവർ ഉപയോഗിക്കുന്ന വെറും പുകമറകൾ മാത്രമാണ്. ഈ ഫാസിസ്റ്റ് രീതികളെ എങ്ങനെ തകർക്കാം? അവർ വരച്ച വൃത്തത്തിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട്, അവർ തരുന്ന വാർത്തകൾക്കപ്പുറം ചിന്തിച്ചുകൊണ്ട്, മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിച്ചും ചോദ്യങ്ങൾ ചോദിക്കേണ്ടിടത്ത് ശബ്ദമുയർത്തിയും നമുക്ക് ഈ അജണ്ടകളെ നേരിടാം. നമ്മുടെ ഭരണഘടന പഠിപ്പിക്കുന്ന സാഹോദര്യമാണ് ഏറ്റവും വലിയ ദേശസ്നേഹം. വിദ്വേഷം വിൽക്കുന്ന കടകളിൽ നിന്ന് നമ്മൾ ശ്രദ്ധ പിൻവലിക്കുമ്പോൾ അവർ താനെ അപ്രസക്തരാകും. ഓർക്കുക, ഇരുട്ടിനെ വെറുതെ എങ്ങു ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ മെഴുകുതിരിയെങ്കിലും കൊളുത്തുന്നതാണ്. വിവേകമുള്ള ഒരു ജനതയെ തോൽപ്പിക്കാൻ ഒരു പ്രൊപ്പഗണ്ടയ്ക്കും കഴിയില്ല. സത്യം തിരിച്ചറിയുക, സ്നേഹം പങ്കുവെക്കുക.